ഹലോ ഗൈസ്, അപ്പോൾ ഞാനും ഞങ്ങളുടെ അമ്മയും കൂടെ ഓച്ചിറയിൽ പോകാൻ പോവാണ്. നിങ്ങളൊക്കെ ഓച്ചിറ അറിയാമോ, കേട്ടിട്ടുണ്ടോ? ഓച്ചിറ അമ്പലം. അപ്പം കാളകെട്ടൊക്കെ ഉണ്ട്, ഭയങ്കര വലിയ കാളകെട്ടൊക്കെ ഉള്ളതാണ് ഓച്ചിറ. 28 ഓണമൊക്കെ ആഘോഷിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, ചിലരൊക്കെ വീഡിയോയിലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ പോവാണ്. കുറേ നാളുകൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നു, ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ ഞങ്ങളവിടെ പോകുന്ന എല്ലാ വീഡിയോയും കാണിക്കുന്നതായിരിക്കും. ടാറ്റാ. ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. എനിക്ക് ഈ ഒരു സീൻ കണ്ടിട്ട് എനിക്കാണെങ്കിൽ മറ്റേ ക്യാമറമാൻ സിനിമയ്ക്കകത്ത് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാണിച്ചു തരാം. ഒരാൾക്ക് ഞാൻ മുമ്പോട്ട് നടന്നേ. തുറന്നത് കുടയില്ലാതെ ഇവിടെ ഒരു മനുഷ്യർക്കും ജീവിക്കാനില്ല, വരാൻ പറ്റത്തില്ല കേട്ടോ. കുടയില്ലാതെ ഭയങ്കര വെയില, ഒരു രക്ഷയില്ലാത്ത വെയിൽ. നമ്മൾ ഒരിടം മാത്രമേ തൊഴുതിടത്തുള്ളൂ, ഗണപതി അമ്പലത്തിൽ മാത്രമേ തൊഴുതിടത്തുള്ളൂ. ഇനി ഒരുപാടുണ്ട്, അങ്ങോട്ട് പോകണം. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇനി നമ്മൾ തൊഴാൻ പോകുന്നത് അയ്യപ്പൻ എടുത്തോട്ടാണ് തൊഴാൻ പോകുന്നത്. അപ്പുറമാണ്, ഇതുവഴി ഇങ്ങനെ പോകണം. വെയിലുണ്ടോ? മരുഭൂമി പോലെ ഉണ്ടല്ലേ. പക്ഷെ അമ്പലം എത്തുമ്പോഴത്തേനും നല്ല തണലായിരിക്കും. അവിടെ മൊത്തം മരങ്ങളായിരിക്കും, ആലൊക്കെ കാണും, ആൽവൃക്ഷങ്ങളൊക്കെ ഭയങ്കര തണലായിരിക്കും. ഇവിടെയൊക്കെ എപ്പോഴും വരും. പണ്ടൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ 10 രൂപയുടെ കമ്മല്, മാല 10 രൂപ, എല്ലാം 10 രൂപയുടെ ഉണ്ടായിരുന്നു. അയ്യപ്പൻ നടയും കൂടെ തൊഴുത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ക്ഷീണിച്ച് കേട്ടോ. അമ്മ ഉണ്ടാ ഉയർത്തിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുക. വെള്ളം കുടിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കഞ്ഞിയുണ്ട്, അമ്മ കഞ്ഞി കുടിക്കല്ലേ. ചിലപ്പം സദ്യ ആയിരിക്കും ഇല്ലയോ, രണ്ടും കാണും. ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ചോയ്സ്. ഇനി ഒരുപാട് നമുക്ക് എന്തോമ്മേ കൊടുക്കമ്മേ. റെസ്റ്റിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ, തൊഴുതൊട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ, ഭയങ്കര പോസിറ്റീവ് എനർജി എവിടെ വന്നിരിക്കുമ്പോൾ അല്ലേ. അങ്ങനെ എല്ലാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്കിങ്ങനെ ഇരിക്കാം. എന്താ മാങ്ങ നിപ്പുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ അയ്യപ്പനടയും ദേവീക്ഷേത്രം തൊഴുത് കഴിഞ്ഞേക്കുവാണ്. ഇനിയും അങ്ങോട്ട് നമുക്ക് വീണ്ടും തൊഴാൻ പോകാൻ സ്ഥലങ്ങൾ ഇനിയും കിടപ്പുവാണ്. ഈ വെയിലാണൊരു വിഷയം. പക്ഷെ എന്തായാലും നമുക്ക് വെയിലാണെങ്കിലും പ്രാർത്ഥിച്ചല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങനെ പോകണം, നമ്മൾ പോകും, അത്രേ ഉള്ളൂ. വീഡിയോ കാണിക്കാം കേട്ടോ. എന്തോ എല്ലാവരും ഒന്ന് നോക്കും. അന്നാതാലയോ കുടലോട്ട് കയറട്ടെ, കയറി കുടയിൽ നമ്മൾ കഞ്ഞിയെ കുടിച്ചിറങ്ങി പോയാലോ അമ്മേ? പിന്നെ ഗ്യാസ് കുറവല്ലേ, അതുകൊണ്ട് ഞാൻ സ്ഥലം ഉണ്ടെന്നാ പറഞ്ഞത്. ഗ്യാസ് എടുത്ത് വെക്കാൻ പറ്റും.
ഐസ്ക്രീം വേണോ? വേണ്ട. വേണ്ടായോ? അതാ എനിക്ക് വേണ്ട. പണ്ടൊക്കെ ഞാൻ നിർബന്ധിക്കുമായിരുന്നു. പലപ്പോഴും തട്ടി വീഴാൻ പോയിട്ടുള്ള പടികൾ മണ്ണ് കിടക്കുമ്പോൾ ഞാൻ കാണത്തില്ല. സൂപ്പർ കമ്മലൊക്കെ ഉണ്ട്. അയ്യോ, ഇനി കുട നോക്കാം. അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഞങ്ങളിനി ഓച്ചിറ കിഴക്കേ നടയിലോട്ട് പോവുകയാണ്. ഇവിടെ കുറച്ച് തണലൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അടുത്ത് നമ്മൾ വീണ്ടും പടിഞ്ഞാറേ നടയിലോട്ട് പോവുകയാണ്. എന്തുവാ? ഇവിടെ നമ്മുടെ ഓരോ നാളിൻ്റെയും ഓരോ വൃക്ഷങ്ങൾ നട്ടുവെച്ചേപ്പുണ്ട്. അത് നമുക്ക് കാണാം. ഇതേപോലുള്ള സ്റ്റെപ്പൊന്നും ചിലപ്പോൾ കാണത്തില്ല. എത്ര തവണ ഉരുട്ട് വീണേക്കുന്ന ഇവിടെ വന്നിട്ട്. ഇവിടെ ഭയങ്കര തണലാണ് കേട്ടോ. അമ്മേ, ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരിക്കേ. നല്ലതുപോലെ അവിടെ ഇരിക്കും. ഇരുന്ന് കുഴപ്പമില്ല. അമ്മയ്ക്ക് കാല് വയ്യാത്തയും പറഞ്ഞ. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. അടിപൊളിയാണ്. എല്ലാവരും വരുമ്പം ഇവിടെ വന്നിരിക്കാൻ നോക്കണം. പരമാവധി ആൽത്തറയിലൊക്കെ ഇരിക്കാൻ നോക്കണം. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഭയങ്കര തണുപ്പാണ്. അമ്മയ്ക്ക് അവിടെ കുത്തിയിരിക്കാൻ പറ്റുന്നില്ല, കാലുവേദന കാരണം. അമ്മ പറഞ്ഞാൽ ഇവിടെ ഇരിക്കാന്ന്, പനയുടെ ചുവട്ടിലിരിക്കാന്ന്. ഇവിടെ നല്ല തണല. നമ്മൾ ഇരുന്നതോ അവിടാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോവാം കുറച്ച് കഴിഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കാം. ഈ വെയിലാണ് സഹിക്കാൻ വയ്യാത്തത്. ഈ വെയിൽ കാണുമ്പോഴേ പേടിയാവും. പുല്ലിൽ ചവിട്ടരുത്, തൊടരുത്, എല്ലാം ക്യാമറ നിരീക്ഷണത്തിലാണെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്.
സ്ഥലം കിട്ടി അവിടെ ഇരിക്കുക. നമുക്കിവിടെ ഈ മരം വെച്ചേക്കുന്ന ആൽത്തറയിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് നല്ല കാറ്റുണ്ട്. പക്ഷെ ചെറിയ വെയിലുണ്ട്, എന്നാലും നേരത്തത്ര ഇല്ല, മരമൊക്കെ ഉണ്ടായതുകൊണ്ട്. ഒന്നും കയറാം നമുക്ക്. അതാണ്ട് ഇവിടെ നിന്നും കയറാം. ആ ലാസ്റ്റത്തെ അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം കൂടെ കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എല്ലായിടത്തും തൊഴുതിന് ശേഷം അവിടുന്ന് കയറി വരാം. പിന്നെ ഇവിടെ തൊഴുതിന് ശേഷം ഇതുവഴിയും കയറി വരാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഓരോ നാളിൻ്റെ അനുസരിച്ചുള്ള മരങ്ങളാണ് നിൽക്കുന്നത്. പണ്ടൊന്നും ഇങ്ങനെ ഇത്രയും ഇങ്ങനൊന്നും കെട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് അന്ന് അറിയത്തുപോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഓരോ നാളിൻ്റെ മരം ഉണ്ടായിരുന്നോ എന്ന്. ഇപ്പോഴാണ് ആ മരമെല്ലാം തരം തിരിച്ച് മാറ്റിയത്. 2 വർഷം കൊണ്ടുണ്ടോ? ഇപ്പം 2 വർഷം കൊണ്ട് ഇത് മരം എല്ലാം കിളിച്ചാ? നേരത്തെ നട്ട് വളർത്തി വെച്ചിരുന്നതാ. പക്ഷെ അതിങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ വെക്കാത്തത് കൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഉള്ളെന്നുള്ള കാര്യം. അമ്മയുടെ നാളിൻ്റെ ഒരു ഫോട്ടോ അമ്മയ്ക്ക് എടുക്കണം. അപ്പം അത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പോകാം കേട്ടോ. ഇവിടുന്ന് നേരെ നമ്മൾ കരുനാപ്പള്ളി പോവുക. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പളനിക്ക് പോകുന്നുണ്ട് 19-ാം തീയതി. അപ്പം 19-ാം തീയതി തൊട്ടുള്ള വേറെ പളനിക്കൊക്കെ പോകുന്ന വേറെ അമ്പലങ്ങളിലൊക്കെ തീർത്ഥാടനം പോലെയാണ്. അപ്പം അത് അവിടെ പോകുന്ന എല്ലാ അമ്പലങ്ങളിലും പോകുന്ന വീഡിയോസൊക്കെ വരുന്നതാണ്. എല്ലാവരും കാണണം കേട്ടോ. ടാറ്റാ. ഞാൻ വീഡിയോ എടുത്തിട്ട് അമ്മ അങ്ങ് പോയി, പറന്നങ്ങ് പോയി. വേണ്ട പോകുന്നു. കാലുവേദന എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നിന്ന് തിരിയുമ്പോഴത്തേക്കും അവിടെ കാണത്തില്ല, അങ്ങ് ദൂരെ പോയി കാണും. ഉത്തര നക്ഷത്രത്തിൻ്റെ ഇലഞ്ഞിയാണ്. പിന്നെ ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളും നിൽപ്പുണ്ട്. പിന്നെ അശ്വതിയുടെ കാഞ്ഞിരമാണ്. പിന്നെ ചിത്തിര കൂവളം, പിന്നെ തൃക്കേട്ട വെട്ടി. അമ്മ എന്നാ കുട എടുത്ത് പിടിയമ്മേ ചുമ്മാതെ. അതിനുശേഷം നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അത്തം അമ്പഴങ്ങ. ഇത് ശിവന് നമ്മൾ മാല കിട്ടുന്ന ചെടിയല്ലേ അല്ലേ? കൂവളമല്ലേ ഇത്? അല്ല പിന്നെ ഏതാ? പേരുണ്ട്, നമുക്ക് പേര് വായിക്കാം. എരിക്ക്. ഇതാണ് ശിവൻ തിരുവോണക്കാരൻ്റെയാണ് ഇത് ആ ഒരു മരം. പിന്നെ അടുത്ത് വന്നിട്ട് ഇത് മരം ഒരു ചെടിയാണ്. വിശാഖത്തിൻ്റെ പന വയ്യങ്കഥയോ ഈ അത്തിയാണ് കാർത്തിക. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും പോകുകയാണ്. ഇനി കരുനാപ്പള്ളിലോട്ടല്ലേ പോകുന്നത്? ഞങ്ങൾക്ക് തുണി എടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ എപ്പോഴും എന്തുവാ ഇത് നമ്മൾ ഇതുവഴി മുമ്പോട്ട് ഞാൻ മുൻവശം കാണിച്ചു തരാം. നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ചെടികളൊക്കെ കാണും. അതുപോലെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. ചെടി നോക്കാൻ അകത്ത് കയറിയാലോ? ഒരു റോസാപ്പൂങ്കിലും വാങ്ങിക്കാം. എപ്പോഴും ഇങ്ങനെ പറയുന്ന അമ്മമാർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എപ്പോൾ കണ്ടാലും ഇങ്ങനെ ഞങ്ങളുടെ പറയുന്നത് ഇപ്പം വേണ്ട പിന്നെ വാങ്ങിക്കാമെന്ന്. പക്ഷെ ഇതുവരെ ഞങ്ങളുടെ അമ്മ വാങ്ങിച്ചിട്ടില്ല. അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ അങ്ങ് വെപ്രാളമാണ്, ലക്ഷങ്ങളായാലോ എന്നുള്ള പേടി. അല്ല, തുണി വാങ്ങാൻ കടയിൽ പോവുമല്ലേ, പിന്നെ എങ്കിലും ഇങ്ങോട്ട് കുറച്ച് നേരം പിടിക്കുക. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. നമ്മൾ ഫ്രണ്ട് ക്യാമറ എടുത്തേക്കുന്നത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കക്കൂസും കുളിമുറിയും മൂത്രപ്പരയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പോകാം. ആവശ്യം അർജൻറ്റായിട്ടുള്ളവർക്കൊക്കെ ഉള്ള കാര്യമാണ്. പിന്നെ പാലക്കാടൻ പപ്പടം, മലബാർ മിച്ചർ മേളയൊക്കെ ഉണ്ട്. കുറച്ച് ഫ്രണ്ടിൽ കാണുന്നുണ്ട്. മിച്ചർ വാങ്ങിച്ചു തരാമോ? അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ വെപ്രാളമാണ്. അമ്മ കയറി തിന്നത് ലക്ഷങ്ങളായാലും പറയാം വേണ്ട പിന്നെ വാങ്ങിക്കാമെന്ന് പറയും. എപ്പോഴും അമ്മ ചെയ്യാറുള്ള പരിപാടിയാണ് അത്. ഇപ്പം അതല്ല, കരുനാപ്പള്ളി തുണി വാങ്ങാൻ പോകുമ്പോൾ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ഉണ്ടായോ, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാം അവിടെ. പിന്നെ അമ്മയ്ക്ക് എല്ലാത്തിനും ഒരു ന്യായമുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെയുള്ള അമ്മമാരുള്ള വ്യക്തികളെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ശരി, ഇപ്പം അതും ആയോ? ഞങ്ങൾ എന്തായാലും പളനി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും പൊരിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. നന്ദികേശാലയും ഇവിടെ ഫുള്ള് പശുക്കളും കാളകളുമാണ്. അമ്പലത്തിലെ ഓച്ചറയിലെ
എവിടെയെല്ലാം ഒന്ന് കാണിക്കും എവിടെയെല്ലാം ഒന്ന് കാണിക്കും വീഡിയോയിൽ. ഇതാണ് ഓവറോൾ നമ്മുടെ ഓച്ചിറ ഫുള്ള് അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ എന്ത് ദൈവമേ, ഇത് കണ്ടെനിക്ക് പേടിയാവുന്നു. പള്ളി നമുക്ക് കരുനാഗപ്പള്ളി എത്തിയിട്ട് കാണാം. കാരണം ഭയങ്കര വെയിലാ. മരുഭൂമിയിലൂടെ നടക്കുന്ന പോലെ തോന്നുന്നു. ഈ കാറൊന്നും ഇല്ലായിരുന്നെങ്കിൽ മരുഭൂമിയിലൂടെ നടക്കുന്ന പോലെ തോന്നിയേനെ. ഒരിക്കലും അങ്ങനെ ഓച്ചറിൻ്റെ ആളില്ലാത്ത ഒരു ദിവസം ഉണ്ടാവത്തില്ല. അതുണ്ടാവത്തില്ല. അയ്യോ, ബ്രേക്കും ബെല്ലും. അങ്ങനെ നമ്മൾ ബസ് പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു കരുനാഗപ്പള്ളിലോട്ട് പോവാൻ. അങ്ങനെ ഞാനും അമ്മയും ഒരു ബസ് കയറാൻ വേണ്ടി കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മുഖം കണ്ടോ, ഫുള്ള് കരിവാളിച്ച്. അമ്മ 225 ഫേഷ്യൽ കിറ്റ് വാങ്ങിച്ചതാ, ഫേഷ്യൽ ചെയ്യാം. ആ കണ്ടോ കണ്ടോ, അതിന് ന്യായം ഉണ്ട് അമ്മയ്ക്ക്. കരുനാഗപ്പള്ളി ചെല്ലുമ്പോൾ നമുക്ക് നോക്കാം. ഉറപ്പാന്നോ? അമ്മ അങ്ങനെ ഒന്ന് ഫേഷ്യൽ ചെയ്യാം. മുഖം ഉണ്ടോ അപ്പം ടാനായി. അപ്പം ഒരു വിഷമം ഉണ്ട്, എന്നാലും അത് വാങ്ങിച്ചിരുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. പൈസ ഒരുപാട് അങ്ങ് പോയാലോ, 1 ലക്ഷം രൂപ. അയ്യോ, 4 ലക്ഷം നോക്ക്. അമ്മ പറയാം ഫാസ്റ്റ് ആയാലും അങ്ങ് കയറി പോയില്ല. ഈ വെയിലത്ത് ഇങ്ങനെ ഇരിക്കുന്നതിനിപ്പോൾ അതാ നല്ലത്. എനിക്ക് 2 പട്ടുപാവാട ഉണ്ടായിരുന്നു, പറഞ്ഞിക്ക് പോകാൻ വേണ്ടി ഉള്ളതാ. അപ്പം നേരത്തെ ഉള്ള പട്ടുപാവാട ഉടുപ്പുമാണ്. അപ്പോൾ ആ ഉടുപ്പ് അങ്ങ് ചെറുതായിപ്പോയി. അതിന് ഞാൻ 2 ഉടുപ്പ് വാങ്ങിക്കാൻ പോവാം തുപ്പാശ്ശേരി. അങ്ങനെ അവസാനം ബസ് കിട്ടി, ഇരുന്നിട്ടുണ്ട്. ചിരിയുണ്ടോ? ചിരിയൊക്കെ ഉണ്ടോ? രക്ഷപ്പെട്ട്. ഇനി നമുക്ക് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി അത് കാണാം. ഇപ്പം നല്ല സുഖമില്ല, തണുപ്പില്ല. ഞങ്ങൾ തണുപ്പ് വെള്ളം കയറിയതാ, ചുമ്മാതാ. അത് പറ്റുമല്ലോ. കഴിച്ച് വറുക്കേണ്ടതാണ്. ഇതാണോ ഇഷ്ടം? ഞങ്ങളുടെ അമ്മയുടെ കിളി പോയി. ഞങ്ങളുടെ അമ്മയ്ക്ക് എന്താ പറ്റി? എന്താ പറ്റിയ അമ്മയ്ക്ക്? ഇതാണോ നല്ലത്? എനിക്കറിയത്തില്ല. അങ്ങെടുക്ക്. ഇതുവരെ അമ്മയ്ക്ക് ഇവിടം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടം വരെ ഇവിടെ നിന്ന് അങ്ങോട്ടായപ്പോൾ അമ്മയുടെ ബോധം പോയി. അമ്മയ്ക്ക് പിന്നെ എന്തെടുക്കണം ഏതെടുക്കണം ഒന്നും അറിയത്തില്ല കേട്ടോ. മൊത്തം കൺഫ്യൂഷനില്ല. തീരുമാനിച്ചോ അമ്മേ? ഇത് വേണോ ഇത് വേണോ? രണ്ടും വേണോ? ഇല്ലയോ? എനിക്കല്ലല്ലോ. ഇതുപോലൊരു ബ്ലൗസ് എനിക്കുണ്ട്. എനിക്കിതിന് ബ്ലൗസ് ഉണ്ട്. തുണി ഇത് മാത്രം എടുക്കല്ലേ? അരി മാത്രം. ഏതെടുക്കണ്ടത്? ഇതാണ് എടുക്കേണ്ടത്. അപ്പൊ പച്ചയോ ഏതാ? തുമ്പിയോ ഒന്ന് പറ. ഏതാ നീ അറിയാം? അമ്മയുടെ അമ്മയിൽ ഉടുക്കുന്നത് മെറൂണ് ചേർത്തില്ല. ഡാർക്ക് വേറെ ഏതെങ്കിലും കളർ എടുക്ക് ഇതിന്റെ കൂടെ. വൈൻ റെഡ്. എനിക്ക് പച്ച ഇഷ്ടപ്പെട്ട. അതങ്ങോട്ട് ഇരിക്കട്ടെ. ഇത് കൊടുക്കാം. എന്നാ പോ. രണ്ടും എടുത്ത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ബസ്സിൽ തുമ്പിക്ക് എനിക്കൊരു ബ്ലൗസ് എടുക്കാൻ പോയ തുമ്പി 7000 രൂപയുടെ ബില്ലുമായിട്ട് ഇറങ്ങുക. 7000 ഒന്നും ആയില്ല അമ്മേ, ചുമ്മാ കള്ളത്തനം പറയുന്നത്. എത്ര? 3000 2000 അല്ലേ പറഞ്ഞത്? 3333 രൂപ അത്ര ആയിട്ടുണ്ട്. അത്
നമ്മളൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയത്. എന്തുവായിരുന്നു വാങ്ങിക്കാൻ? ഒരു പട്ടുപാവാടയ്ക്ക് ഒരു ബ്ലൗസ് വാങ്ങിക്കാൻ വേണ്ടി പോയത്. റെഡിമെയ്ഡ് വാങ്ങിക്കാൻ പോയത്. അവിടെ റെഡിമെയ്ഡ് ഇല്ല. അപ്പോൾ ഞങ്ങൾ തുണിയെടുത്തു, ബ്ലൗസിന് തുണിയെടുത്തു. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോയി. ഇവിടെ വെള്ളമുണ്ട്. അയ്യോ കുടതായോ? ആ അങ്ങനെ പിന്നെ അമ്മയ്ക്ക് സാരി കണ്ടപ്പം, അതൊക്കെ ഞാൻ വീടേക്കകത്ത് കാണിക്കുന്നുണ്ട്. സാരി കണ്ടപ്പോൾ പെട്ടെന്നൊരു പരവേഷം എല്ലാം കൂടെ അമ്മയ്ക്ക്. ഇതെടുക്കണോ ഇതെടുക്കണോ അങ്ങനെ അമ്മാനെ എടുത്തിട്ട് അമ്മയുടെ അത്രയും പൈസ പോയത്. പൈസ ഇന്ന് വരും, നാളെ പോകും. എൻജോയ് ചെയ്യുക. നമുക്ക് ഒരു കാറ് പിടിച്ചങ്ങ് പോയല്ലോ. കാർ വാങ്ങിച്ചാലോ? അതാ നമുക്ക് വീട് വരെ പോകാറുന്നില്ലേ? അതൊരു നാരങ്ങളും കുടിക്കാം. നാരങ്ങളും കുടിക്കാം. നാരങ്ങളും കുടിക്കാം. ക്ഷീണം കൊണ്ട് വയ്യ. എവിടെ കൂടെ ഒക്കെ പോയാലും നമുക്കുള്ള പണി കിട്ടും. കാശ് പണി കിട്ടും, ക്ഷീണപ്പണി കിട്ടും. മുമ്പിൽ മത്സരമൊന്നുമല്ല, പെതുക്കെ സമാധാനത്തോടെ കഴിയാം. ചെറിയൊരു വിഷമം ഇല്ലയോ അമ്മയ്ക്ക്?